പ്രിയ കുട്ടികളെ, ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ എക്സാംസ് അടുത്ത് വരികയാണ്. എല്ലാവരും അതിന്റെ പ്രിപ്പറേഷനിലാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നമ്മുടെ VHSE വിദ്യാലയത്തിലെ ക്ലാസ്സുകളും ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഹെൽത്ത് കെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി എന്ന ചാപ്റ്ററാണ് ഡീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു രാജ്യത്തിന്റെ പുരോഗതിയെ നിശ്ചയിക്കുന്നത് ആ രാജ്യത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ആരോഗ്യ സംരക്ഷണം അതായത് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ആരിലൂടെയാണ് നടത്തപ്പെടുന്നത്, ഏതൊക്കെ പ്രവർത്തനങ്ങളിലൂടെയാണ് അത് സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഓരോന്നായിട്ട് വിശദീകരിച്ച് നോക്കാം. ഹെൽത്ത് കെയർ ഓഫ് കമ്മ്യൂണിറ്റി, നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യ ശുശ്രൂഷ ഏതൊക്കെ രീതിയിലാണ് നടപ്പിലാക്കുന്നത് നമുക്ക് നോക്കാം. ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിന്റെ 3 തലങ്ങളാണുള്ളത്. 3 തലങ്ങളിലായിട്ടാണ് ആരോഗ്യ ശുശ്രൂഷ നടക്കുന്നത്. ഫസ്റ്റ് വൺ പ്രൈമറി ഹെൽത്ത് കെയർ, സെക്കൻഡ് വൺ സെക്കൻഡറി ഹെൽത്ത് കെയർ ആൻഡ് തേർഡ് വൺ ടെർഷ്യറി ഹെൽത്ത് കെയർ. ഫസ്റ്റ് വൺ പ്രൈമറി ഹെൽത്ത് കെയർ. Primary healthcare, it is the first level of contact between the individuals and families with the health system. Example, sub-centers and primary health centers. അതായത് ഒരു വ്യക്തിയെയും കുടുംബത്തെയും ആരോഗ്യ വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ആരോഗ്യ ശുശ്രൂഷ തലമാണ് ഈ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അതായത് ആദ്യമായി ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബത്തിലെ ആർക്കെങ്കിലുമോ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം സമീപിക്കുന്നത് തൊട്ടടുത്തുള്ള സബ് സെന്റേഴ്സിനെയോ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനെയോ ആയിരിക്കും. അപ്പോൾ പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് സബ് സെന്റേഴ്സിലൂടെയും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലൂടെയാണ്. റൂറൽ ഏരിയാസിൽ, അർബൻ ഏരിയാസിലാണെങ്കിൽ ഫാമിലി വെൽഫെയർ സെന്റേഴ്സ് ഉണ്ട്. സോ പ്രൈമറി ഹെൽത്ത് കെയർ, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ് വിത്ത് ദ ഹെൽത്ത് സിസ്റ്റം. സോ ആരോഗ്യ ശ്രേണിയുമായിട്ട് ആദ്യമായി ബന്ധിപ്പിക്കുന്ന ഒരു തലമാണ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയാം. Then second one, secondary health care. രണ്ടാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഹെൽത്ത് കെയർ ആണ്. That is, patients from primary health care are referred to specialists in higher hospitals for treatment. Example, district hospitals and community health centers. അതായത് പ്രൈമറി ഹെൽത്ത് കെയറിൽ നിന്നും റെഫർ ചെയ്യുന്ന പേഷ്യൻസിനെ കുറച്ചുകൂടി വിദഗ്ധമായ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്യുന്നവരെ നമ്മൾ ഹയർ ഹോസ്പിറ്റൽസിലേക്കാണ് വിടുന്നത്. അത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിലേക്കുമാണ് റെഫർ ചെയ്യുന്നത്. കുറച്ചുകൂടി ആരോഗ്യ പ്രശ്നങ്ങൾ സങ്കീർണമായിട്ടുള്ളവരെ പ്രൈമറി ഹെൽത്ത് കെയറിൽ നിന്നും നമ്മൾ റെഫർ ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിലേക്കാണ്. സോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സുമാണ് സെക്കൻഡറി തലത്തിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. Next, third one, tertiary health care. That is, it refers to third level health system in which specialized consultative care is provided, usually on referral from primary and secondary medical care. Example, medical colleges and advanced medical research institutes. അതായത് ടെർഷ്യറി ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് കെയറിൽ നിന്നും സെക്കൻഡറി ഹെൽത്ത് കെയറിൽ നിന്നും റെഫർ ചെയ്യുന്ന രോഗികളെ കുറച്ചുകൂടി നല്ല ടെക്നോളജിയുള്ള അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഉള്ള അല്ലെങ്കിൽ സംവിധാനമുള്ള ഹോസ്പിറ്റൽസിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് റെഫർ ചെയ്യുന്നു. ഉദാഹരണത്തിന് മെഡിക്കൽ കോളേജുകളിലേക്കോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്കോ നമ്മൾ റെഫർ ചെയ്യുന്നു. അപ്പോൾ മെഡിക്കൽ കോളേജസും അഡ്വാൻസ്ഡ് മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സും ആണ് ടെർഷ്യറി ഹെൽത്ത് കെയർ സിസ്റ്റമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രൈമറി ഹെൽത്ത് കെയറിന്റെ ഡെഫിനിഷനിലേക്ക് പോകാം. എന്താണ് പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 1978 കസഖിസ്ഥാനിലെ അൽമാറ്റയിൽ വെച്ച് നടന്ന കോൺഫറൻസിലാണ് ആദ്യമായിട്ട് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രൈമറി ഹെൽത്ത് കെയറിന്റെ പ്രാധാന്യം വ്യക്തമാക്കിയത്. ഹെൽത്ത് ഫോർ ഓൾ എന്ന ഒബ്ജക്റ്റീവ് സാധ്യമാകണമെങ്കിൽ പ്രൈമറി ഹെൽത്ത് കെയറിന് വളരെ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. ദ അൽമാറ്റ കോൺഫറൻസ് ഇൻ 1978 defined primary health care as essential health care made universally accessible to individuals and acceptable to them through their full participation and at a cost the community and country can afford. അതായത്
പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ഹെൽത്ത് കെയർ, അതായത് ഇതൊരു ആവശ്യമായിട്ടുള്ള ആരോഗ്യ ശുശ്രൂഷയാണ്. മെയ്ഡ് യൂണിവേഴ്സലി അക്സസിബിൾ ടു ഇൻഡിവിജ്വൽസ്, ഇത് എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രാപ്യമാകുന്ന രീതിയിലാണ്. ആൻഡ് അക്സെപ്റ്റബിൾ ടു ദം, എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യമായിട്ടുള്ളതാണ്. ത്രൂ ദെയർ ഫുൾ പാർട്ടിസിപ്പേഷൻ, ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ്. ആൻഡ് അറ്റ് എ കോസ്റ്റ് ദ കമ്മ്യൂണിറ്റി ആൻഡ് കൺട്രി ക്യാൻ അഫോർഡ്, ജനങ്ങൾക്ക് ഇതിന്റെ ചെലവ് താങ്ങാവുന്ന രീതിയിലും ഉള്ളതാണ്. ഇതാണ് പ്രൈമറി ഹെൽത്ത് കെയർ കൊണ്ട് മീൻ ചെയ്യുന്നത്. So primary health care means it is an essential health care made universally accessible to individuals, acceptable to them through their full participation and at a cost community and country can afford. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെഫിനിഷൻ നല്ലതുപോലെ പഠിച്ചോളുക. നെക്സ്റ്റ് അബൌട്ട് ദ എലിമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. പ്രൈമറി ഹെൽത്ത് കെയറിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. First one, education concerning prevailing health problems and methods of preventing and controlling them. ഇപ്പോൾ നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുകയും അത് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ഫസ്റ്റ് ഘടകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, പ്രൊമോഷൻ ഓഫ് ഫുഡ് സപ്ലൈ ആൻഡ് പ്രോപ്പർ ന്യൂട്രീഷൻ, അതായത് ശരിയായ രീതിയിലുള്ള ആഹാര വിതരണവും അല്ലെങ്കിൽ പോഷകങ്ങൾ അടങ്ങിയ ആഹാരവും ഉറപ്പുവരുത്തുക. Then third one, adequate supply of safe water and basic sanitation, അതായത് സേഫ് വാട്ടറും സാനിറ്റേഷനും ഉറപ്പുവരുത്തുക. Then fourth one, maternal and child health care including family planning. ഫാമിലി പ്ലാനിംഗ് ഉൾപ്പെടെയുള്ള സർവീസസും അതോടൊപ്പം തന്നെ മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയറും നൽകുക. ഇമ്മ്യൂണൈസേഷൻ അഗെയിൻസ്റ്റ് മേജർ ഇൻഫെക്ഷ്യസ് ഡിസീസസ്, അതായത് സാംക്രമിക രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിനേഷൻ നൽകുക. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ലോക്കലി എൻഡമിക് ഡിസീസസ്, ഒരു പ്രത്യേക പ്രദേശത്ത് പടരുന്ന രോഗങ്ങളുടെ നിയന്ത്രണവും അതിന്റെ തടയലും, ഇത് വേറൊരു എലമെന്റ് ആണ്. നെക്സ്റ്റ്, അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് കോമൺ ഡിസീസസ് ആൻഡ് ഇഞ്ചുറീസ്, സാധാരണ കണ്ടുവരുന്ന രോഗങ്ങളുടെ ചികിത്സയും പ്രൈമറി ഹെൽത്ത് കെയറിലൂടെ നമുക്ക് ലഭിക്കുന്നു. നെക്സ്റ്റ്, എയ്ത്ത് വൺ, പ്രൊവിഷൻ ഓഫ് എസെൻഷ്യൽ ഡ്രഗ്സ്, ആവശ്യമായ മരുന്നുകളുടെ വിതരണവും പ്രൈമറി ഹെൽത്ത് കെയറിന്റെ എലമെന്റ്സിൽ പെടുന്നു. സോ ദീസ് ആർ ദ എലമെന്റ്സ് ഓഫ് പ്രൈമറി health care, very important ആണ്. So health education regarding the health problems, promotion of food supply and nutrition, adequate supply of safe water and basic sanitation, maternal and child health services including family planning, immunization against major infectious disease, prevention and control of locally endemic disease, appropriate treatment of common diseases and injuries, and at last provision of essential drugs. Next about the principles of primary health care. Primary health care principles എന്തൊക്കെയാന്ന് നോക്കാം. First one, equitable distribution. Second one, community participation. Third one, intersectoral coordination. And fourth one, appropriate technology. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് one by one ആയി നോക്കാം. First one, equitable distribution. That is, health services should be shared by all people irrespective of their ability to pay, and all, that is rich, poor, urban or rural, must have access to health services. Equitable distribution ആണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് റിച്ച് എന്നോ പുവർ എന്നോ ഇല്ലാതെ, അല്ലെങ്കിൽ അർബൻ എന്നോ റൂറൽ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആരോഗ്യ സേവനങ്ങൾ ഒരുപോലെ നൽകപ്പെടുന്നു. അതാണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. പ്രൈമറി ഹെൽത്ത് കെയറിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ സർവീസസ് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ എല്ലാ ജനങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ്. അത് റിച്ച് എന്നോ പുവർ എന്നോ വ്യത്യാസമില്ല, റൂറൽ എന്നോ അർബൻ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളിലും ഒരുപോലെ എത്തിക്കുക എന്നുള്ളതാണ് പ്രൈമറി ഹെൽത്ത് കെയറിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുക. നെക്സ്റ്റ്, second one is community participation. That is, the involvement of individuals, families and communities in promotion of their own health and welfare is an essential ingredient of primary health care. Primary health care second principle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആണ്. അതായത് പ്രൈമറി ഹെൽത്ത് കെയർ നടപ്പിലാക്കുന്നത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന ആരോഗ്യ ശുശ്രൂഷയാണ് ഈ പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുക. നെക്സ്റ്റ്,
Third principle is intersectorial coordination. Intersectorial coordination എന്ന് പറഞ്ഞാൽ പ്രൈമറി ഹെൽത്ത് കെയർ നടപ്പിലാകണമെങ്കിൽ ഹെൽത്ത് സെക്ടർ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനം ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈമറി ഹെൽത്ത് കെയർ സാക്ഷാത്കരിക്കപ്പെടുള്ളൂ. That is, in addition to health sector, all related sectors like agriculture, animal husbandry, food, industry, education, housing, public works, etc. are involved in primary health care. അതായത് ഹെൽത്ത് സെക്ടർ മാത്രമല്ല മറ്റ് സെക്ടേഴ്സ് ആയ അഗ്രികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, ഫുഡ്, ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, പബ്ലിക് വർക്ക്സ് ഈ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പ്രൈമറി ഹെൽത്ത് കെയർ സാധ്യമാവുള്ളൂ. ഫോർത്ത് പ്രിൻസിപ്പിൾ ഈസ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി. അതായത് പ്രൈമറി ഹെൽത്ത് കെയറിന് വേണ്ടി നമ്മൾ ജനങ്ങൾക്ക് നൽകുന്ന ടെക്നോളജി ഏത് രീതിയിലുള്ളതായിരിക്കണം. ഇറ്റ് മീൻസ് ടെക്നോളജി ദാറ്റ് ഈസ് സയന്റിഫിക്കലി സൗണ്ട്, ശാസ്ത്രീയമായി മേന്മയുള്ളതായിരിക്കണം. അഡാപ്റ്റബിൾ ടു ലോക്കൽ നീഡ്സ്, അതായത് ജനങ്ങളുടെ ആവശ്യത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലായിരിക്കണം. അക്സെപ്റ്റബിൾ ടു ലോക്കൽ നീഡ്സ്, അതായത് എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യമായ രീതിയിലുള്ള പ്രൈമറി ഹെൽത്ത് കെയർ ആണ് നൽകുന്നത്. ആൻഡ് അക്സെപ്റ്റബിൾ ടു ദ പീപ്പിൾ, എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ സേവനം കിട്ടുന്ന രീതിയിലും ഒരുപോലെ അക്സെപ്റ്റബിളുമായിട്ട് ഉള്ള രീതിയിലുള്ള കെയർ ആണ് പ്രൈമറി ഹെൽത്ത് കെയറിലൂടെ നമ്മൾ നൽകുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ടെക്നോളജിയാണ് പ്രൈമറി ഹെൽത്ത് കെയറിലൂടെ ഉറപ്പുവരുത്തുന്നത്. സോ ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡ് വൺ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, തേർഡ് വൺ ഇന്റർസെക്ടോറൽ കോർഡിനേഷൻ ആൻഡ് ഫോർത്ത് വൺ അപ്രോപ്രിയേറ്റ് ടെക്നോളജി. നെക്സ്റ്റ് അബൌട്ട് ദ പ്രൈമറി ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രൈമറി ഹെൽത്ത് കെയർ നടപ്പിലാകുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വില്ലേജ് ലെവൽ. വില്ലേജ് ലെവലിൽ ഏതൊക്കെ മേഖലകളിലാണ് പ്രൈമറി ഹെൽത്ത് കെയർ നടപ്പിലാകുന്നത്? ഒന്ന് ത്രൂ വില്ലേജ് ഹെൽത്ത് ഗൈഡ്സ്, ട്രെയിനിങ് ഓഫ് ലോക്കൽ ദായിസ്. തേർഡ് വൺ ICDS സ്കീം, ദാറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. ഫോർത്ത് വൺ ആശ സ്കീം, ദാറ്റ് ഈസ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് സ്കീം. ദെൻ സബ് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. സോ പ്രൈമറി ഹെൽത്ത് കെയർ ഇന്ത്യയിൽ നടപ്പിൽ വരുന്നത് വില്ലേജ് ഹെൽത്ത് ഗൈഡ്സിലൂടെ, ദായികൾസിന്റെ ട്രെയിനിങ്ങിലൂടെ, ICDS സ്കീമിലൂടെ, ആശ വർക്കേഴ്സിന്റെ ഹെൽപ്പോടുകൂടിയും, സബ് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന്റെയും സേവനത്തിലൂടെയാണ് പ്രൈമറി ഹെൽത്ത് കെയർ ഇന്ത്യയിൽ നടപ്പിലാകുന്നത്. നെക്സ്റ്റ് അബൌട്ട് സബ് സെന്റേഴ്സ്. One sub-center for every 5,000 population in rural areas. Rural areas'ല് ഓരോ 5,000 population ഒരു സബ് സെന്റർ വീതമാണ് നമുക്കുള്ളത്. And one sub-center for every 3,000 population in hilly, tribal and backward areas. Hilly, tribal and backward areas'il for every 3,000 population ഒരു സബ് സെന്റർ എന്ന നിലയിലാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഇനി സബ് സെന്റേഴ്സിലുള്ള സ്റ്റാഫ് പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. മെയിൽ ഹെൽത്ത് വർക്കർ 1, ഫീമെയിൽ ഹെൽത്ത് വർക്കർ 1, വോളണ്ടറി വർക്കർ 1. ഒരു മെയിൽ ഹെൽത്ത് വർക്കർ, ഒരു ഫീമെയിൽ ഹെൽത്ത് വർക്കർ, ഒരു വോളണ്ടറി വർക്കർ. ഇതാണ് സബ് സെന്ററുകളിലെ സ്റ്റാഫ് പാറ്റേൺ. ഇനി ഫങ്ഷൻസ് ഓഫ് സബ് സെന്റർ. സബ് സെന്ററിൽ എന്തൊക്കെ സർവീസസ് ആണ് നടക്കുന്നത്? ഫസ്റ്റ് വൺ മദർ ആൻഡ് ചൈൽഡ് കെയർ. പ്രഗ്നന്റ് ലേഡീസിനും അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിനും ചൈൽഡ് കെയർ സർവീസസും ഒക്കെ നൽകുന്നുണ്ട്. ഫാമിലി പ്ലാനിംഗ്, കുടുംബാസൂത്രണ മാർഗങ്ങൾ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂണൈസേഷൻ, അതായത് കുഞ്ഞുങ്ങൾക്കും പ്രഗ്നന്റ് ലേഡീസിനും വാക്സിനേഷൻ നൽകുന്നു. ഇത് മൂന്നുമാണ് സബ് സെന്റേഴ്സിന്റെ ഫംഗ്ഷൻസിൽ വരുന്നത്. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, that is one PHC for every 30,000 population in rural areas. ഗ്രാമീണ മേഖലകളിൽ എവരി 30,000 പോപ്പുലേഷന് ഒരു PHC എന്ന നിലയിലാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആൻഡ് 1 PHC ഫോർ എവരി 20,000 പോപ്പുലേഷൻ ഇൻ ട്രൈബൽ, ഹില്ലി ആൻഡ് ബാക്ക്വേർഡ് ഏരിയാസ്. ട്രൈബൽ ഏരിയാസിലും ബാക്ക്വേർഡ് ഏരിയാസിലും ഒക്കെ എവരി 20,000 പോപ്പുലേഷന് ഒരു PHC എന്നുള്ള നിലയിലാണ് വേണ്ടത്. ഇനി ഫങ്ഷൻസ് ഓഫ് PHC, നമ്മുടെ PHCയിലൂടെ നൽകപ്പെടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വെയർ മെഡിക്കൽ കെയർ ഇൻക്ലൂഡിംഗ് റഫറൽ ആൻഡ് ലാബോറട്ടറി സർവീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം PHCയിലൂടെ നൽകപ്പെടുന്നത് മെഡിക്കൽ കെയർ ആണ്. നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് നമ്മൾ ആദ്യം പോകുന്നത്. അവിടെ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ്, ദെൻ ANM സിസ്റ്റേഴ്സ്, എല്ലാവരും ആ സ്റ്റാഫ് പാറ്റേൺസ് ഒക്കെ ഉണ്ട്. അതുകൂടാണ്ട് നമുക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ആവശ്യമാണെന്നുണ്ടെങ്കിൽ റഫറൽ സർവീസസും PHC വഴി ലഭ്യമാകുന്നു.
laboratory services നൽകുന്നു. So first one is medical care including referral and laboratory services. Second one, prevention and control of locally endemic diseases. സമീപ പ്രദേശങ്ങളിൽ ഏതെങ്കിലും രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടാൽ ആ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതും അത് തടയുന്നതിനുമുള്ള സേവനങ്ങൾ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് വഴിയാണ് നൽകപ്പെടുന്നത്. Third one is environment sanitation with priority for provision of safe water supply and sanitary disposal of excreta. അതായത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലൂടെ പരിസര ശുചിത്വം ഉറപ്പുവരുത്തുന്നു. അതായത് സേഫ് വാട്ടർ സപ്ലൈ ആണെന്ന് ഉറപ്പുവരുത്തുന്നു, സാനിറ്ററി ലാട്രിൻസ് എല്ലാ വീടുകളിലും ഉണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുന്നു. ദെൻ ഫോർത്ത് വൺ, മറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസ്. അതായത് മദർ ആൻഡ് ചൈൽഡിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ സേവനങ്ങൾ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് വഴി നൽകപ്പെടുന്നു. ഫാമിലി പ്ലാനിംഗ് സർവീസസ്, അതായത് പ്രസവശേഷമുള്ള കുടുംബാസൂത്രണ മാർഗങ്ങളുടെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വിശദീകരണവും അതിന്റെ സേവനങ്ങളും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് വഴി നൽകപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് സിക്സ്ത് വൺ, സ്കൂൾ ഹെൽത്ത് സർവീസ്. അതായത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള സേവനങ്ങൾ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലൂടെയാണ് നൽകപ്പെടുന്നത്. ദെൻ സെവൻത് വൺ ഈസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതായത് ജനങ്ങളിൽ ആരോഗ്യത്തെ പറ്റിയിട്ടുള്ള അവബോധം ഉണ്ടാക്കുന്നു. എയ്ത്ത് വൺ, കളക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് മരണനിരക്ക്, സിക്നസ് റേറ്റ് ഇവയെല്ലാം കളക്ട് ചെയ്യുന്നത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലൂടെയാണ്. ദെൻ നയൻത് വൺ, ക്യാരിയിങ് ഔട്ട് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം. നമ്മുടെ ദേശീയ തലത്തിലുള്ള ആരോഗ്യ പരിപാടികൾ അത് പ്രാവർത്തികമാക്കുന്നത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് വഴിയാണ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ട്രെയിനിങ് ഓഫ് ഹെൽത്ത് ഗൈഡ്സ്, ഹെൽത്ത് വർക്കേഴ്സ്, ലോക്കൽ ദായീസ് ആൻഡ് ഹെൽത്ത് അസിസ്റ്റൻസ്. അതായത് ഹെൽത്ത് ഗൈഡുമാരെയും ഹെൽത്ത് വർക്കേഴ്സ്, ദായീസ് ആൻഡ് ഹെൽത്ത് അസിസ്റ്റൻസിനൊക്കെ ട്രെയിനിങ് നൽകുന്നത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലൂടെയാണ്. സോ ഈ ഫങ്ഷൻസ് ഓഫ് പ്രൈമറി ഹെൽത്ത് സെന്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ is medical care, second one is prevention and control of locally endemic disease, third one environmental sanitation, fourth one maternal and child health service, fifth one family planning, sixth one school health service, seventh one health education, eighth one collection and reporting of vital statistics, ninth one carrying out of national health program, 10th one training of health guides, health workers, DAIs and health assistants. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അബൌട്ട് സ്റ്റാഫിംഗ് പാറ്റേൺ ഓഫ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലുള്ള സ്റ്റാഫ് പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. മെഡിക്കൽ ഓഫീസർ 1, കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ 1, ഫാർമസിസ്റ്റ് 1, നഴ്സ് മിഡ്വൈഫ് 1, ANM auxiliary nurse midwife 1, health educator that is block extension educator 1, male health assistant 1, female health assistant 1, UD clerk 1, lower division clerk 1, lab technician 1, driver 1 and class 4 worker 4. അപ്പോൾ ഇതാണ് നമ്മുടെ PHCയുടെ സ്റ്റാഫ് പാറ്റേൺ. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ദാറ്റ് ഈസ് പ്രൈമറി ഹെൽത്ത് കെയർ അടുത്തതായിട്ട് നൽകപ്പെടുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് വഴി നൽകപ്പെടുന്നു. 1 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഫോർ എവറി 80,000 to 1,20,000 പോപ്പുലേഷൻ. 80,000 മുതൽ 1,20,000 പോപ്പുലേഷന് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന നിലയിലാണ് നമ്മുടെ നാടുകളിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ഉള്ളത്. ICDS, that is Integrated Child Development Scheme, started by Government of India in 1975. 1975 Government of India start ചെയ്തതാണ് ICDS, Integrated Child Development Scheme. ഇതിന്റെ ഒബ്ജക്റ്റീവ്സും ഇതിന്റെ ഫങ്ഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ICDS ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, ടു ഇംപ്രൂവ് ദ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് പ്രീ സ്കൂൾ ചിൽഡ്രൻ 0 to 6 years ഓഫ് ഏജ് ഗ്രൂപ്പ്. അതായത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, ടു ലേ ദ ഫൗണ്ടേഷൻ ഓഫ് പ്രോപ്പർ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. കുട്ടികളുടെ മാനസിക വികാസം ഉറപ്പുവരുത്തുക. തേർഡ് വൺ, ടു റെഡ്യൂസ് മോർട്ടാലിറ്റി, മോർബിഡിറ്റി, മാൽന്യൂട്രീഷൻ ആൻഡ് സ്കൂൾ ഡ്രോപ്പ് ഔട്ട്. അതായത് കുട്ടികളിലുള്ള മോർട്ടാലിറ്റി റേറ്റ്, സിക്നസ് റേറ്റ്, അതായത് അസുഖം വരുന്നതിനുള്ള ആ റേറ്റ് അത് കുറയ്ക്കുക. മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ് കുറയ്ക്കുക. ആൻഡ് ദ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്, അതായത് ഇടയ്ക്ക് വെച്ച് കുട്ടികൾ പഠനം നിർത്തുന്ന അവസ്ഥ, ഇത് കുറയ്ക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ അടുത്ത ഒബ്ജക്റ്റീവ്. ദെൻ ഫോർത്ത് വൺ, ടു എൻഹാൻസ് ദ കേപ്പബിലിറ്റി ഓഫ് ദ മദർ ടു ലുക്ക് ആഫ്റ്റർ ദ നോർമൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് ദ ചൈൽഡ് ത്രൂ പ്രോപ്പർ ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതായത് കുട്ടികളിൽ പ്രോപ്പർ ന്യൂട്രീഷനും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അമ്മമാരെ സജ്ജമാക്കുക എന്നുള്ളതാണ്. അതായത് കുട്ടികളിൽ ന്യൂട്രീഷണൽ നീഡ്സ് അല്ലെങ്കിൽ പോഷകാഹാര
ആരോഗ്യക്കുറവ് ഉണ്ടാകാതെ അമ്മമാർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്ത് അമ്മമാരെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് സജ്ജമാക്കുക. Fifth objective is to achieve effective coordination of policy and implementation in various departments to promote child development. അതായത് കുട്ടികളുടെ വികസനത്തിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള പോളിസികൾ ഉണ്ടാക്കുകയും ഈ പോളിസികൾ പല ഡിപ്പാർട്ട്മെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ICDSന്റെ അടുത്ത ഒബ്ജക്റ്റീവ്. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ICDS. നെക്സ്റ്റ്, ടാർഗറ്റ് ഗ്രൂപ്പ്സ് ഓർ ബെനിഫിഷ്യറീസ് ഓഫ് ICDS. അതായത് ICDS ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ് അല്ലെങ്കിൽ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രഗ്നന്റ് വിമൻ, അതായത് ഗർഭിണികളായ സ്ത്രീകൾ. സെക്കൻഡ് വൺ, നഴ്സിംഗ് മദേഴ്സ്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാര്. ചിൽഡ്രൻ ഫ്രം 0 to 6 years, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ദെൻ അഡോളസെന്റ് ഗേൾസ് 11 to 18 years, 11 to 18 years പ്രായമുള്ള അഡോളസെന്റ് ഗേൾസ്. ഈ 4 പേരാണ് ICDSന്റെ സേവനങ്ങളിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ്, കമ്പോണൻസ് ഓഫ് ICDS. ICDSന്റെ സർവീസസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇമ്മ്യൂണൈസേഷൻ, അതായത് വാക്സിനേഷൻ നൽകുക. സെക്കൻഡ് വൺ, റെഫറൽ സർവീസസ്, അതായത് വിദഗ്ധ സേവനത്തിനായി മറ്റു ഹോസ്പിറ്റലുകളിലേക്ക് റെഫർ ചെയ്യുക. തേർഡ് വൺ, നോൺ ഫോർമൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക. ഫോർത്ത് വൺ, ഹെൽത്ത് ചെക്കപ്പ്, കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പ് നടത്തുക. ദെൻ ഫിഫ്ത്ത് വൺ, അഡോളസെന്റ് ഗേൾ സ്കീം, അഡോളസെന്റ് ഗേൾ സ്കീം പ്രാവർത്തികമാക്കുക. But these are the components of ICDS. Very, very important. Components of ICDS are immunization, referral services, non-formal preschool education, health checkup and adolescent girl scheme. We can see one by one. So first function of ICDS is immunization. ICDSന്റെ ഏറ്റവും പ്രഥമമായ സേവനങ്ങളിൽ ഒന്നാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇമ്മ്യൂണൈസേഷൻ ഓഫ് പ്രഗ്നന്റ് വിമൻ ആൻഡ് ഇൻഫന്റ്സ് പ്രൊട്ടക്ട്സ് ചിൽഡ്രൻ ഫ്രം 6 വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസ് സച്ച് ആസ് പോളിയോ, ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്, ട്യൂബർക്കുലോസിസ് ആൻഡ് മീസിസ്. അതായത് പ്രഗ്നന്റ് വിമനും ഇൻഫന്റ്സിനും ഒക്കെ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ, അതായത് കുഞ്ഞുങ്ങൾക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ 6 രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷി നൽകുന്നു. പോളിയോ, ഡിഫ്തീരിയ, പെർട്ടുസിസ്, ടെറ്റനസ്, ട്യൂബർക്കുലോസിസ്, മീസിൽസ് എന്നീ രോഗങ്ങൾക്കെതിരെ പ്രതിരോധശേഷി നൽകുന്നു. അതുപോലെ തന്നെ പ്രഗ്നന്റ് വിമന് ടെറ്റനസ് ഇഞ്ചക്ഷൻ വഴി അമ്മമാരുടെയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ, ജനിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങളുടെയും മരണനിരക്ക് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ദ സർവീസസ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ. Second one is referral services. അതായത് during health checkups and growth monitoring, sick or malnourished children in need of prompt medical attention are referred to PHCs or sub-centers. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റെഫറൽ സർവീസസ് ആണ്. അതായത് കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്ന വേളയിലോ ആ കുട്ടികളുടെ വളർച്ച വികാസം നിരീക്ഷിക്കുന്ന വേളയിലോ കുട്ടി സിക്കാണെങ്കിലോ കുട്ടികളിൽ പോഷകാഹാരം കുറവ് ഉണ്ടെങ്കിലോ മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമായ കേസുകളാണെന്നുണ്ടെങ്കിൽ അവരെ ഉടനെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ സബ് സെന്റേഴ്സിലോ റെഫർ ചെയ്യുന്നതാണ്. സോ സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് റെഫറൽ സർവീസസ്. ദെൻ തേർഡ് വൺ ഈസ് നോൺ ഫോർമൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ. അതായത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ എഡ്യൂക്കേഷൻ നൽകുക, വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ് ICDSന്റെ മൂന്നാമത്തെ സേവനങ്ങളിൽ ഉൾപ്പെടുക. ഇറ്റ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ICDS പ്രോഗ്രാം. ICDSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സേവനങ്ങളിൽ ഒന്നാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ. ഇറ്റ് ഈസ് ഗിവൺ ത്രൂ അംഗൻവാടി സെന്റേഴ്സ് ഫോർ പ്രീ സ്കൂൾ ചിൽഡ്രൻ ഓഫ് 3 to 6 years old. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നത് അംഗൻവാടി സെന്റേഴ്സിലൂടെയാണ്. അംഗൻവാടിയുടെ സഹായത്തോടെയാണ് ICDS പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് നൽകുന്നത്. ഇത് 3 to 6 year പ്രായമായിട്ടുള്ള കുട്ടികൾക്കാണ് വിദ്യാഭ്യാസം നൽകുന്നത് അംഗൻവാടിയിലൂടെ. ഇറ്റ് പ്രൊവൈഡ്സ് നാച്ചുറൽ, ജോയ്ഫുൾ ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് ഫോർ ചിൽഡ്രൻ വിച്ച് ഹെൽപ്സ് ഇൻ ഓപ്റ്റിമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് അംഗൻവാടികളിലൂടെയുള്ള വിദ്യാഭ്യാസ രീതി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന രീതിയിലുള്ളതായിരിക്കും. കുട്ടികളെ കളിയിലൂടെയും വിനോദ പരിപാടികളിലൂടെയും കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള രീതിയാണ് അംഗൻവാടികളിൽ പ്രാവർത്തികമാക്കുന്നത്. ഇത് കുട്ടികളുടെ ശരിയായ രീതിയിലുള്ള വികസനത്തിനും മാനസിക വികസനത്തിനും ശാരീരിക വികസനത്തിനും സഹായകരമാകുന്നു. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സർവീസസ് ഓഫ് ICDS ഈസ് നോൺ ഫോർമൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ.
Fourth function of ICDS is health checkup. ഹെൽത്ത് ചെക്കപ്പ് നടത്തുക, കുട്ടികളിൽ ഹെൽത്ത് ചെക്കപ്പ് നടത്തുക എന്നുള്ളതാണ് ICDSന്റെ നാലാമത്തെ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് റെക്കോർഡ് ഓഫ് വെയിറ്റ് ആൻഡ് ഹൈറ്റ് ഓഫ് ചിൽഡ്രൻ അറ്റ് പീരിയോഡിക് ഇന്റർവെൽസ്. അതായത് പീരിയോഡിക് ഇന്റർവെൽസിൽ സ്കൂൾ കുട്ടികളുടെ വെയിറ്റും ഹൈറ്റും ചെക്ക് ചെയ്യുക. നമുക്കറിയാമല്ലോ, സ്കൂളുകളിൽ വന്ന് PHCs അല്ലെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ നിന്നും ആൾക്കാർ വന്ന് സ്കൂൾ കുട്ടികളുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ എടുക്കുന്നുണ്ട്. ദെൻ ഇമ്മ്യൂണൈസേഷൻ, അതായത് സ്കൂൾ കുട്ടികളിൽ ഉള്ള ഇമ്മ്യൂണൈസേഷൻ, അതായത് 5 വയസ്സിൽ 10 വയസ്സിൽ 15 വയസ്സിലുള്ള ഇമ്മ്യൂണൈസേഷൻസ് ഒക്കെ നൽകുന്നുണ്ട്. ദെൻ വാച്ച് ഓവർ മൈൽ സ്റ്റോൺസ്. വാച്ച് ഓവർ മൈൽ സ്റ്റോൺസ് മീൻസ് കുട്ടികളിലുള്ള വളർച്ച അല്ലെങ്കിൽ കാലഘട്ടം നമ്മൾ നിരീക്ഷിക്കുന്നു, ശരിയായ രീതിയിലുള്ള വളർച്ചയാണോ എന്ന് നിരീക്ഷിക്കുന്നു. ജനറൽ ചെക്കപ്പ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ഡിസീസ്, അതായത് കുട്ടികളിൽ രോഗം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് ജനറൽ ചെക്കപ്പ് നടത്തുന്നു. ഡീവേമിങ്, അതായത് കുട്ടികളിൽ വിര ഇളകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിരശല്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വിര ഇളകാനുള്ള ഗുളിക നൽകുന്നുണ്ട് സ്കൂളുകളിൽ. ദെൻ പ്രൊഫൈലാക്സിസ് എഗെയിൻസ്റ്റ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആൻഡ് അനീമിയ. വൈറ്റമിൻ എയുടെ കുറവുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ തടയുന്നതിനും വിളർച്ച ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നുണ്ട്. കുട്ടികളിൽ വിളർച്ച ഉണ്ടാകാതിരിക്കാനായിട്ട് അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ലൈക്ക് ഡയറിയ, അക്യൂട്ട് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ. കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഡയറിയ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ പോലുള്ള രോഗങ്ങൾക്ക് ചികിത്സ നൽകുകയും ചെയ്യുന്നു. ഫിഫ്ത്ത് സർവീസ് ഓഫ് ICDS ഈസ് അഡോളസെന്റ് ഗേൾസ് സ്കീം. അഡോളസെന്റ് ഗേൾസ് സ്കീമിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ജനറൽ ചെക്കപ്പ്, അവരിലുള്ള ആരോഗ്യം ചെക്കപ്പ് നടത്തുന്നു. ഇമ്മ്യൂണൈസേഷൻ, അഡോളസെന്റ് ഗേൾസിനുള്ള ടെറ്റനസ് ഇഞ്ചക്ഷൻസ് ഫ്രീ ആയിട്ട് നൽകുന്നു. ഡീവേമിങ്, അവർക്ക് വിര ഇളകുന്നതിനുള്ള ഗുളികകൾ സ്കൂളുകളിൽ വഴി നൽകപ്പെടുന്നു. ദെൻ പ്രൊഫൈലാക്റ്റിക് മെഷേഴ്സ് അഗെയിൻസ്റ്റ് അനീമിയ, അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ ആൻഡ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസ്. അഡോളസെന്റ് ഗേൾസിൽ വിളർച്ചയെ, ഗോയിറ്റർ പോലുള്ള രോഗങ്ങളും വൈറ്റമിൻ്റെ കുറവുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നു. റഫറൽ സർവീസസ്, അതായത് കുട്ടികളെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് ആവശ്യമാണെങ്കിൽ മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് റഫർ ചെയ്യുകയും ചെയ്യുന്നു. അംഗൻവാടി സെന്റേഴ്സ്, നമ്മുടെ നേരത്തെ പറഞ്ഞ ICDSന്റെ സേവനങ്ങൾ നടപ്പിലാകുന്നത് കൂടുതലും അംഗൻവാടി സെന്റേഴ്സിലൂടെയാണ്. അംഗൻവാടി ഈസ് ദ ഫോക്കൽ പോയിന്റ് ഫോർ ഡെലിവറി ഓഫ് ICDS സർവീസസ്. ICDS സർവീസസ് ഡെലിവറി ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് അംഗൻവാടി സെന്റേഴ്സ്. അംഗൻവാടി ഈസ് റൺ ബൈ ആൻ അംഗൻവാടി വർക്കർ സപ്പോർട്ടഡ് ബൈ എ ഹെൽപ്പർ. അംഗൻവാടിയിലുള്ള സ്റ്റാഫിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു അംഗൻവാടി വർക്കറും ഉണ്ടാവും, ആ വർക്കറിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പറും ഉണ്ടാവും. ഫങ്ഷൻസ് ഓഫ് അംഗൻവാടി, അംഗൻവാടി വർക്കേഴ്സിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, മോണിറ്റർ ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ വളർച്ച നിരീക്ഷിക്കുക. അതായത് അംഗൻവാടി കുട്ടികൾ പ്രീ സ്കൂൾ ചിൽഡ്രൻ ആണല്ലോ വരുന്നത്, അതായത് ബിലോ 6 years ഏജ് ഗ്രൂപ്പ്. ആ വരുന്ന കുട്ടികളുടെ വളർച്ച നിരീക്ഷിക്കുക. സെക്കൻഡ് വൺ, പ്രൊവൈഡ് നോൺ ഫോർമൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ. അപ്പൊ പ്രീ സ്കൂൾ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നൽകുക, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ നൽകുക. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് കലാ വിനോദ പരിപാടികളിലൂടെയാണ് അവർക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന രീതി. Then third one, provide supplementary nutrition. കുട്ടികൾക്ക് പോഷകാഹാരം നൽകുന്നു. Fourth one, give health and nutrition education. അതായത് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആരോഗ്യത്തെ പറ്റിയിട്ടും പോഷകാഹാരത്തിനെ പറ്റിയിട്ടുമുള്ള ക്ലാസ് എടുത്തു കൊടുക്കുന്നു. Then fifth one, referral for sick children. ഏതെങ്കിലും കുട്ടികൾക്ക് സുഖമില്ലെങ്കിൽ അടുത്തുള്ള PHCയിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുക. Then sixth one, provide health service in collaboration with ANM and ASHA worker. Auxiliary nurse, മിഡ്വൈഫ് ആൾക്കാരോടൊപ്പം ആശാ വർക്കേഴ്സിനോടൊപ്പം ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയാണ് അംഗൻവാടി വർക്കേഴ്സ് ചെയ്യുക. സെവൻത് വൺ, ഇംപ്ലിമെന്റ് അഡോളസെന്റ് ഗേൾസ് സ്കീം. നമ്മൾ നേരത്തെ പറഞ്ഞ ICDSന്റെ സേവനങ്ങളിൽ ഒന്നാണ് അഡോളസെന്റ് ഗേൾസ് സ്കീം. അത് നടപ്പിലാക്കുന്നത് നമ്മൾ അംഗൻവാടി സെന്റേഴ്സിലൂടെയാണ്. എയ്ത്ത് വൺ, എലിസിറ്റ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. അതായത് ജനപങ്കാളിത്തത്തോടുകൂടി നടത്തുന്നതാണ് അംഗൻവാടി സെന്റേഴ്സ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഗ്രാമീണ മേഖലയിൽ അംഗൻവാടി വർക്കേഴ്സിന്റെ പങ്ക് വളരെ വലുതാണ്. ICDSന്റെ സേവനങ്ങൾ എല്ലാം നടപ്പിൽ വരുത്തുന്നത് അംഗൻവാടി സെന്റേഴ്സിലൂടെ. സോ ഫങ്ഷൻസ് ഓഫ് അംഗൻവാടി വർക്കേഴ്സ് ആർ: ഫസ്റ്റ് വൺ, മോണിറ്റർ ഗ്രോത്ത് ഓഫ് ചിൽഡ്രൻ; സെക്കൻഡ് വൺ, പ്രൊവൈഡ് നോൺ ഫോർമൽ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ;
Third one, provide supplementary nutrition. Fourth one, give health and nutrition education. Fifth one, referral for sick children. Sixth one, provide health service in collaboration with ANM and ASHA workers. Seventh one, implement adolescent girls scheme. Eighth one, elicit community participation. ഇന്റർനാഷണൽ ഹെൽത്ത് ഏജൻസീസ്. അടുത്തതായിട്ട് അന്താരാഷ്ട്ര ഹെൽത്ത് ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO എന്ന് പറയും. സെക്കൻഡ് വൺ, യുനിസെഫ്, ദാറ്റ് ഈസ് യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. തേർഡ് വൺ, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. ഇനി നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 7th April 1948. 7th Aprilലാണ് ഇത് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ആയത്. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ജനീവ, സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് അറ്റൈൻമെന്റ് ബൈ ഓൾ പീപ്പിൾ ഓഫ് ദ ഹയസ്റ്റ് പോസിബിൾ ലെവൽ ഓഫ് ഹെൽത്ത്. WHO സ്ഥാപിച്ചത് ഏത് ഉദ്ദേശത്തോടു കൂടിയാണ്? അതായത് എല്ലാ ജനങ്ങൾക്കും നല്ല രീതിയിലുള്ള ഹൈ ക്വാളിറ്റി കെയർ കിട്ടുക അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഹെൽത്ത് കിട്ടുക എന്നുള്ളതാണ് WHO ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് അബൌട്ട് ദ വർക്ക് ഓഫ് WHO. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സേവനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതായത് ലോകരാജ്യങ്ങളിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഇപ്പൊ നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ലോകത്ത് നേരിടുന്ന ഒരു ഭീഷണി എന്ന് പറയുന്നത് കൊറോണ വൈറസിന്റെയാണ്. സോ കൊറോണ വൈറസ് അതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാ രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ഇംപ്രൂവ് ലൈഫ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. എങ്ങനെയൊക്കെയാണ് ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടും WHO അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഫസ്റ്റ് വൺ, റെഡ്യൂസ് മോർട്ടാലിറ്റി ആൻഡ് മോർബിഡിറ്റി റേറ്റ്. അതായത് ജനങ്ങളുടെ മോർട്ടാലിറ്റി, മരണനിരക്കും സിക്നസ് റേറ്റും കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. സെക്കൻഡ് വൺ, ഇംപ്രൂവ് ന്യൂട്രീഷൻ, ഫുഡ് സേഫ്റ്റി ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക, ജനങ്ങളുടെ ആഹാരം മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ ആഹാരത്തിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് ഫംഗ്ഷൻ ഈസ് എമർജൻസി വർക്ക്. അതായത് ഏതെങ്കിലും പ്രത്യേക എമർജൻസി സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഡിസാസ്റ്റേഴ്സ്, പ്രളയം പോലുള്ള ഡിസാസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ ആരോഗ്യം കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എല്ലാ ഗൈഡ് ലൈൻസും രാജ്യങ്ങൾക്ക് നൽകുന്നു. ദാറ്റ് ഈസ് റെഡ്യൂസ് ദ കോൺസിക്വൻസസ് ഓഫ് ഡിസാസ്റ്റർ ഓൺ വേൾഡ് ഹെൽത്ത് ആൻഡ് ഇറ്റ്സ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇംപ്ലിക്കേഷൻസ്. അതായത് ഏതെങ്കിലും ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യങ്ങൾക്ക് അതിന്മേലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ WHO നൽകുന്നുണ്ട്. Then fourth one is development of comprehensive health services. That is develops health policies to enhance health equity and to intensify primary prevention of diseases. ജനങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും എല്ലാവർക്കും തുല്യമായ രീതിയിലുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും അസുഖങ്ങൾ വരാതിരിക്കുന്നതിനു വേണ്ടിയിട്ട് ഉള്ള ഹെൽത്ത് പോളിസികൾ അതാത് സമയങ്ങളിൽ WHO മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാറുണ്ട്. ഫിഫ്ത്ത് ആക്ടിവിറ്റി ഓഫ് WHO ഈസ് ഇംപ്രൂവിംഗ് ഫാമിലി ഹെൽത്ത്. അതായത് കുടുംബാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അനദർ ആക്ടിവിറ്റി. ഹൗ ക്യാൻ വി ഇംപ്രൂവ് ദിസ് ഫാമിലി ഹെൽത്ത്? ദാറ്റ് ഈസ് ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ഫാമിലി ബൈ ഇംപ്രൂവിംഗ് മറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, ന്യൂട്രീഷൻ ആൻഡ് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. എങ്ങനെയാണ് കുടുംബാരോഗ്യം മെച്ചപ്പെടുത്തുക? അതായത് അമ്മയും കുഞ്ഞിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലൂടെ, പോഷകാഹാരത്തിലൂടെയും ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയുമാണ് ഇത് സാധ്യമാവുന്നത്. സോ വൺ ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് WHO is improving family health. Next is environmental health. That is, activities are directed for providing basic sanitation, protection of air, water and food, maintaining healthy work environment, protection from radiation, etc. അതായത് പാരിസ്ഥിതിക ആരോഗ്യം ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അനദർ ആക്ടിവിറ്റി. അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് പാരിസ്ഥിതിക ആരോഗ്യം മെച്ചപ്പെടുത്തുക? എന്ത് ഉറപ്പ് വരുത്തണം? പ്രൊവൈഡിങ് ബേസിക് സാനിറ്റേഷൻ, അതായത് എല്ലാ സാനിറ്ററി ലാട്രിൻസ് പ്രൊവൈഡ് ചെയ്യുക, പ്രൊട്ടക്ഷൻ ഓഫ്
എയർ, വാട്ടർ ആൻഡ് ഫുഡ്. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഫുഡ് പൊല്യൂഷൻ ഉണ്ടാകാതെ നോക്കുക. മെയിൻറ്റെയിനിങ് ഹെൽത്തി വർക്ക് എൻവയോൺമെന്റ്, ജോബ് എൻവയോൺമെന്റ് ഹെൽത്തി ആകുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നു. ദെൻ പ്രൊട്ടക്ഷൻ ഫ്രം റേഡിയേഷൻ, റേഡിയേഷൻ വികിരണങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെല്ലാം പുറപ്പെടുവിക്കുന്നു. ദാറ്റ് ഈസ് എൻവയോൺമെന്റൽ ഹെൽത്ത്. അനദർ ഫംഗ്ഷൻ ഈസ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്, ദാറ്റ് ഈസ് കളക്ഷൻ ഓഫ് mortality and morbidity statistics relating to health problems. That is ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള കണക്കെടുപ്പ് നടത്തുന്നു. അതായത് മരണനിരക്ക്, സിക്നസ് റേറ്റ് ഇവയെല്ലാം നടത്തുന്നു. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കൊറോണ ഇപ്പം എല്ലാ ലോകരാജ്യങ്ങളിലും ഓരോരോ രാജ്യങ്ങളിലുള്ള കണക്കുകൾ, അതായത് മോർട്ടാലിറ്റി റേറ്റ്, മോർബിഡിറ്റി റേറ്റ് ഒക്കെ നമുക്ക് അതിന്റെ കണക്ക് തരുന്നത് WHO ആണ്. Then next is biomedical research, that is provide grants to research workers and research institutions. അതായത് റിസർച്ച് വർക്കേഴ്സിനും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻസ് അല്ലെങ്കിൽ ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റിമുലേറ്റ്സ് ആൻഡ് കോർഡിനേറ്റ്സ് റിസർച്ച് വർക്ക്സിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ബയോമെഡിക്കൽ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും WHO നൽകുന്നു. Another function is publication of health literature and information. അതായത് ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾസും ഇൻഫർമേഷൻസും അതാത് സമയങ്ങളിൽ നമുക്ക് തരുന്നത് WHO ആണ്. അപ്പോൾ ഈ സമയത്തുള്ള കൊറോണയെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിനെ പറ്റിയിട്ടുള്ള ഗൈഡ് ലൈൻസും ഒക്കെ നമുക്ക് തരുന്നത് WHO-യിലൂടെയാണ്. കോഓർഡിനേഷൻ വിത്ത് അതർ ഓർഗനൈസേഷൻസ് ഈസ് ദ അനദർ ആക്ടിവിറ്റി ഓഫ് ദ WHO. WHO-ക്ക് ഒറ്റയ്ക്ക് മാത്രം പ്രവർത്തിക്കാൻ സാധിക്കില്ല. മറ്റു ഓർഗനൈസേഷൻസ് ആയ യൂണിസെഫ് പോലുള്ള ഓർഗനൈസേഷൻസുമായിട്ട് ഒത്തുചേർന്നാണ് WHO പ്രവർത്തിക്കുന്നത്. സോ ദീസ് ആർ ദ 4 ആക്ടിവിറ്റീസ് ഓർ ഫങ്ഷൻസ് ഓഫ് WHO. ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലതുപോലെ പഠിക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് സ്പെസിഫിക് ഡിസീസ്, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഇംപ്രൂവിംഗ് ലൈഫ് ആൻഡ് ലൈഫ് സ്റ്റൈൽ, ദെൻ ഇൻവോൾവിംഗ് ഇൻ എമർജൻസി വർക്ക്, ദെൻ ഡെവലപ്മെന്റ് ഓഫ് ഹെൽത്ത് പോളിസീസ്, ദെൻ ഇംപ്രൂവിംഗ് ഫാമിലി ഹെൽത്ത്, ഇംപ്രൂവിംഗ് എൻവയോൺമെന്റൽ ഹെൽത്ത് ആൻഡ് കളക്ഷൻ ഓഫ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്, conducting biomedical research and publication of health literature and information, and last one, coordination with other organizations. So these are the activities of WHO. Important ആണ്, നല്ലതുപോലെ പഠിക്കുക. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. ഫസ്റ്റ് വൺ, ഡാഷ് ഈസ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് കോണ്ടാക്ട് between individuals and families with the health system. Answer, primary health care. Second question, full form of ICDS. Answer, Integrated Child Development Scheme. ഇനി അസൈൻമെന്റ് ആണ്. Prepare a chart on functions of PHC. ഇത് എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക. ഇനി കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, ലിസ്റ്റ് ഡൗൺ ദ എലമെന്റ്സ് ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ. Second one, write down the principles of primary health care. Third one, what are the functions of PHC? Fourth one, explain the components of ICDS. Fifth one, list down the functions of Anganwadi workers. And last one, explain the activities of WHO. ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല ഭംഗിയായിട്ട് പഠിക്കുക. എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഏരിയ ആണിത്. ഓക്കെ, താങ്ക് യു.